എന്തു പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവരതിലൊരു ശരി കണ്ടെത്തും. ശരി തെറ്റ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആരോടും പറയും അത് നീ ചെയ്തത് ശരിയായില്ല, അത് ശരിയായില്ല, അല്ലേ പറയും അത് തെറ്റായിപ്പോയി. ഈ രണ്ട് വാക്കുകൾ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന. യഥാർത്ഥത്തിൽ തെറ്റെന്നൊരു വാക്കുണ്ടോ? എന്തെങ്കിലും ഒരുത്തൻ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമോ? നമ്മൾ ആലോചിച്ച് നോക്കിയോ. ചെയ്യുന്നവർക്ക് എപ്പോഴും ശരിയാണ്. എന്തു പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും അവരതിലൊരു ശരി കണ്ടെത്തും. എങ്ങനെയാണ് പിന്നെ ഈ തെറ്റെന്ന പദം ഉണ്ടായത്? ആരാണ് തെറ്റെന്ന പദം ഉണ്ടാക്കിയത്? ഒരിക്കലും ഒരു കാര്യം ചെയ്യുന്നവരോട് നീ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെടില്ല. അത് വിദ്യാർത്ഥികളായാലും പ്രായമുള്ളവരായാലും ഓഫീസ് സ്റ്റാഫായാലും ശരി. ഇപ്പം മേലുദ്യോഗസ്ഥന്മാർ കീഴുദ്യോഗസ്ഥരോടോ മേലുദ്യോഗസ്ഥരോടോ ഒക്കെ പറയും. അപ്പോൾ അന്നേരം നമുക്കുണ്ടാകുന്നൊരു ദേഷ്യമാണ്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു കൂട്ടം ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വയ്ക്കുക. പെട്ടെന്ന് ഈ സംസാരിക്കുന്ന ആൾ പെട്ടെന്ന് ഒരൊറ്റ തുപ്പാണ്. അപ്പം മുമ്പിലിരുന്നവരുടെ എല്ലാം മുഖത്ത് ഈ തുപ്പൽ വീഴുമല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താ സംഭവിക്കുക? പെട്ടെന്നൊരു പ്രകോപനം അവിടെ ഉണ്ടാവും. മുമ്പിലിരുന്നവർ ചാടി എണ്ണീറ്റ് ഒന്നീ കയ്യേറ്റം ചെയ്യും, ഇല്ലേ ചീത്ത പറയും, പ്രശ്നമായി. ബഹളം കേട്ട് അടുത്തുള്ളവർ ഓടിക്കൂടി. എന്താ സംഭവിച്ചതെന്ന് അവരന്വേഷിക്കുന്നു. അപ്പോൾ ഈ തുപ്പൽ മുഖത്ത് വീണവർ പറഞ്ഞ് ഈ മനുഷ്യൻ അയാൾ വലിയ പ്രസംഗം നടത്തുന്നതിനിടയിൽ മുഖത്ത് തുപ്പിയേക്കാണ്. അപ്പോൾ വന്നവർ ചോദിക്കുകയാണ്, അല്ല മാഷേ, നിങ്ങൾ വലിയ പ്രഭാഷകനും ക്ലാസ് എടുക്കുന്ന ആളൊക്കെ ആയിട്ട് മുമ്പിലിരിക്കുന്നവരെ തുപ്പിയേക്കുക? അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിന്ന് ഇവിടേക്ക് വരുന്ന വഴിമധ്യേ ഒരു ചത്ത് ചീഞ്ഞ പെരിച്ചാഴി അല്ലേ നായി എന്തെങ്കിലും ഒന്നിനെ കണ്ടു. അതിൻ്റെ ദേഹത്ത് നിറയെ ഈച്ചകളുണ്ടായിരുന്നു. അപ്പോൾ വല്ലാത്ത സ്മെല്ലും. അങ്ങനെ ഞാൻ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തിപ്പെട്ടത്. അപ്പം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായ തുറന്നല്ലേ ഇരുന്നത്, ഒരു പറവ ഈച്ച എൻ്റെ വായിലേക്ക് കയറിയിട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് ആ പെരിച്ചാഴിയുടെ ശരീരത്തിലിരുന്ന ഈച്ചയല്ലേ എന്ന് എൻ്റെ മനസ്സ് മന്ത്രിച്ചു. അപ്പോൾ വായിലേക്കൊരു പ്രാണി പോയാൽ ഏതൊരു വ്യക്തിക്കും ശരിയേതാ? അതിനെ തുപ്പിക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാളുടെ മാനസികമായ ആ ഫീലിങ് അയാൾക്ക് പെട്ടെന്ന് അയാളെ കൊണ്ട് തുപ്പിച്ചു. ഇടം വല ഒന്നും ചിന്തിച്ചില്ല. അങ്ങനെയാണ് സംഭവിച്ചത്.